കോഡ് റിപ്പോസിറ്ററീസ് എന്ന് പറഞ്ഞാൽ ഡെവലപ്പേഴ്സ് അവരെഴുതുന്ന കോഡ് സേഫ് ആയിട്ട് സേവ് ചെയ്ത് വെക്കുന്ന ഒരു സ്ഥലത്തിനെയാണ് കോഡ് റിപ്പോസിറ്ററി എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു കോമൺ പ്ലേസിൽ സേവ് ചെയ്ത് വെക്കുന്നതിന്റെ ഇന്റൻഷൻ എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ടീമിലുള്ള മറ്റുള്ളവർക്ക് ഈ കോഡ് ആക്സസ് ചെയ്യാനും അത് യൂസ് ചെയ്യാനും എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒരു കോമൺ പോയിന്റിൽ ഇത് സേവ് ചെയ്ത് വെക്കുന്നത്. മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് രണ്ട് ടൈപ്പ് ഓഫ് കോഡ് റിപ്പോസിറ്ററി ആണ്. ഒന്ന് ഗിറ്റ് ഹബ്, രണ്ടാമത്തത് ബിറ്റ് ബക്കറ്റ്. രണ്ടെണ്ണത്തിന്റെയും വർക്കിംഗ് പ്രിൻസിപ്പിൾ ഏറെക്കുറെ സെയിം ആണ്. സോ ഇവിടെ നമ്മളുടെ കേസിൽ നമ്മൾ ഏതെങ്കിലും ഒരെണ്ണത്തിനെ നമ്മൾ ഡിസ്കസ് ചെയ്യാം. നമ്മളൊരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ ഈ കോഡ് റിപ്പോസിറ്ററീസിൽ ക്രിയേറ്റ് ആവുന്നത് ഒരു പാരന്റ് ബ്രാഞ്ചാണ് ക്രിയേറ്റ് ആവുന്നത്. ഈ പാരന്റ് ബ്രാഞ്ചിന്റെ മെയിൻ സ്ട്രക്ചറിൽ നിന്ന് പാരന്റ് നോഡ് ഉണ്ടാവും. ആ പാരന്റ് നോഡിൽ നിന്ന് നമ്മൾ ഒരു ഡെവലപ്പർ കോഡ് ചെയ്യാൻ പോകുമ്പോൾ ആദ്യം തന്നെ ചെയ്യുന്നത് ഇതിന്റെ ഒരു റിപ്ലിക്ക ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആ റിപ്ലിക്ക ക്രിയേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ ചെക്ക്ഔട്ട് എന്ന് പറയും. ചെക്ക്ഔട്ട് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിനൊരു ചൈൽഡ് ബ്രാഞ്ച് ക്രിയേറ്റ് ആവും. ആ ചൈൽഡ് ബ്രാഞ്ചിനെ നമ്മൾ ക്രീക്ക് ബ്രാഞ്ച് എന്നാണ് പറയാറ്. പിന്നെ ഈ ഡെവലപ്പർ ചെയ്യുന്ന എല്ലാ ചേഞ്ചസും അപ്ഡേറ്റ് ആവുന്നത് ഈ ചൈൽഡ് ബ്രാഞ്ചിലെ ചൈൽഡ് നോഡിലായിരിക്കും. ഈ ചൈൽഡ് നോഡിൽ കമ്മിറ്റ് ചെയ്യുമ്പോൾ ഓരോ തവണയും ഡെവലപ്പർ ഓരോ കോഡ് എഴുതി അതിനെ കമ്മിറ്റ് ചെയ്യുമ്പോൾ ഓരോ വേർഷൻസ് ഓഫ് പ്രോഗ്രാം ഡെവലപ്പ് ആവുകയാണ്. അപ്പോൾ ആദ്യത്തെ തവണ ഫോർ എക്സാമ്പിൾ കമ്മിറ്റ് ചെയ്യുമ്പോൾ V1 എന്നുള്ളൊരു വേർഷൻ ക്രിയേറ്റ് ആവുന്നു. സെക്കൻഡ് ടൈം അതിനെ കമ്മിറ്റ് ചെയ്യുമ്പോൾ V2 എന്നുള്ളൊരു വേർഷൻ ക്രിയേറ്റ് ആവുന്നു. ഫൈനലി ഈ പ്രൊജക്റ്റും ഫീച്ചേഴ്സും എല്ലാം ഡെവലപ്പ് ചെയ്തതിനു ശേഷം ഡെവലപ്പർ ഇതിനെ പാരന്റ് ബ്രാഞ്ചിലേക്ക് തന്നെ മെർജ് ചെയ്യും. നെക്സ്റ്റ് ടൈം ഒരു ഡെവലപ്പർ കോഡ് ചെയ്യാൻ നോക്കുമ്പോൾ അവർ കോഡ് ചെയ്യുന്നത് ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടായിരിക്കും. അതായത് ഈ പാരന്റ് ബ്രാഞ്ചിലെ ലേറ്റസ്റ്റ് നോഡ് ഏതാണോ ആ നോഡിൽ നിന്ന് എഗെയിൻ ഒരു ക്രീക്ക് ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്ത് അതുമായിരിക്കും പിന്നെ അവർ കോഡ് ചെയ്യുന്നത്. ഇതിങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര ഡെവലപ്പേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് എല്ലാവർക്കും ഒരു കോമൺ പ്ലാറ്റ്ഫോമിൽ തന്നെ ഇതിനെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇതുപോലുള്ള ഗിറ്റ് ഹബും ബിറ്റ് ബക്കറ്റും പോലുള്ള കോഡ് റിപ്പോസിറ്ററീസ് ഉള്ളതുകൊണ്ട് ഒരു കോമൺ പ്ലാറ്റ്ഫോമിൽ ഇതിനെ സേവ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ പറഞ്ഞത് നമ്മളുടെ സിസ്റ്റത്തിൽ ഒരു ഡെവലപ്പർ മാത്രമുള്ള ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ് ബിറ്റ് ബക്കറ്റോ അല്ലെങ്കിൽ ഗിറ്റ് ഹബിന്റെ കോഡ് റിപ്പോസിറ്ററി വർക്ക് ചെയ്യുന്നതെന്നാണ് നമ്മൾ പറഞ്ഞത്. മൾട്ടിപ്പിൾ ഡെവലപ്പേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സ്ട്രക്ചർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരു പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു പാരന്റ് ബ്രാഞ്ച് ക്രിയേറ്റ് ആവുന്നു ആൻഡ് ഡെവലപ്പർ 1 അതിൽ ഒരു കോഡ് ഒരു ഫീച്ചർ ഡെവലപ്പ് ചെയ്യാൻ പോകുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ക്രീക്ക് ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്യുന്നു. ഈ സെയിം ടൈമിൽ തന്നെ ഡെവലപ്പർ 2 പാരന്റ് നോഡിൽ നിന്ന് വേറൊരു ക്രീക്ക് ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്യുന്നു. ആൻഡ് ഇപ്പോൾ ഡെവലപ്പർ 1ഉം ഡെവലപ്പർ 2ഉം സെയിം പ്രൊജക്റ്റിൽ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഡെവലപ്പർ 2 കമ്മിറ്റ് ചെയ്യുകയാണ്. ആളുടെ ചേഞ്ചസ് എല്ലാം വരുത്തി വേർഷൻസ് എല്ലാം ക്രിയേറ്റ് ചെയ്തിട്ട് കമ്മിറ്റ് ചെയ്ത് അതിനെ മെർജ് ചെയ്യാണ് പാരന്റ് നോഡിലേക്ക്. ഡെവലപ്പർ 1 അവെയർ അല്ല ഡെവലപ്പർ 2 ഇങ്ങനെ ഒരു ചേഞ്ച് വരുത്തിയതിനെ പറ്റി. അപ്പോൾ ഡെവലപ്പർ 1 ഇതിലേക്ക് മെർജ് ചെയ്യുമ്പോൾ കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പാരന്റ് ബ്രാഞ്ചിൽ ഓൾറെഡി ഡെവലപ്പർ 2 കമ്മിറ്റ് ചെയ്തേക്കുന്ന കോഡും ഡെവലപ്പർ 1 കമ്മിറ്റ് ചെയ്യുമ്പോൾ കോഡും തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഡെവലപ്പർ 1 പാരന്റ് ബ്രാഞ്ചിലേക്ക് ഇതിനെ മെർജ് ചെയ്യുന്നതിന് മുന്നേ ഒരു പ്രോസസ്സ് കൂടി ചെയ്യണം. റീബേസ് എന്നുള്ളൊരു പ്രോസസ്സ് കൂടി ചെയ്യണം. റീബേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെവലപ്പർ 1 ചെയ്തുകൊണ്ടിരിക്കുന്ന ചേഞ്ചസ് കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യലാണ് റീബേസ്. ഇൻ കേസ് റീബേസിൽ എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയാൽ അത് റിസോൾവ് ചെയ്തതിന് ശേഷം മാത്രമേ ഡെവലപ്പർ 1ന് പാരന്റ് ബ്രാഞ്ചിലേക്ക് തന്റെ കോഡ് മെർജ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെയാണ് ഒരു കോഡ് റിപ്പോസിറ്ററിയിൽ നമ്മൾ ഡാറ്റ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതായത് കോഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ ഒരു ഫോമാറ്റിലായിരിക്കും. ഇനി നമുക്ക് ബിറ്റ് ബക്കറ്റിന്റെ സ്ട്രക്ചറിൽ എങ്ങനെയാണ് ഒരു റിയൽ ടൈമിൽ ഈ ബ്രാഞ്ചസ് കാണുന്നതെന്ന് നോക്കാം. ഇത് ഞാനൊരു സ്ക്രീൻഷോട്ട് എടുത്താണ് ഒരു റിയൽ പ്രൊജക്ടിന്റെ. അതിൽ ആ സൈഡിൽ കാണുന്ന റെഡിൽ മാർക്ക് ചെയ്തേക്കുന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പാരന്റ് നോഡും അതിന് ബന്ധപ്പെട്ട ക്രീക്ക് നോഡ്സും.